സന്ദീപ് വാര്യർ കൂടി ചേരുകയാണ്. എന്തായാലും വലിയൊരു ദുരന്ത മുഖത്ത് നിൽക്കുകയാണ്. ആ ഒരു ദുരന്ത മുഖത്ത് നിന്ന് ഒരു അതിജീവനം എന്നുള്ള ഒരു വലിയ കാര്യത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കയ്യും മെയ്യും മറന്ന് എല്ലാവരും കൃത്യമായുള്ള ഒരു പ്രവർത്തനം കൂടി ഇവിടെ നടത്തുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വലിയ ദുരന്തം വയനാട് ഒരു അൺഎക്സ്പെക്റ്റഡ് അല്ല. നമുക്കറിയാം, വയനാട് വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു എക്കോളജിക്കൽ കണ്ടീഷൻ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഉള്ള ചർച്ചകളിലേക്കൊക്കെ ഇനി കാര്യങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്ര വലിയ ഒരു മാസ് സ്കെയിലിൽ ദുരന്തം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവകരമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് തന്നെ ഇത് 2 തവണയായിട്ടാണ് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. ആദ്യത്തെ തവണ ചെറുതായി പൊട്ടി. സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ തലേദിവസം തന്നെ മാധ്യമങ്ങളോട് തങ്ങൾ വലിയ ഭയചകിതരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് മുഴുവൻ ആളുകളെയും അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നതൊക്കെ സംബന്ധിച്ചൊക്കെ ഇനിയാണ് പരിശോധന നടക്കേണ്ടത്.